അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബീന വഹബീബിന വസയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുജാഹിദ് ചിന്താധാര വാട്സാപ്പ് ഗ്രൂപ്പിലെ സഹോദരി സഹോദരങ്ങളെ, റബ്ബിൻ്റെ അനുഗ്രഹം നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയങ്കരനായിട്ടുള്ള സുഹൃത്ത് യൂസുഫ് മക്ക, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇവിടെ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് മുടി കളയുന്ന ഘട്ടത്തിൽ മുടിയുടെ തൂക്കത്തിന് വെള്ളി ദാനം ചെയ്യുന്ന സമ്പ്രദായം, അതിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള സാധുത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പം നമുക്ക് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, ചില പണ്ഡിതന്മാർ ഇമാം തുർമുദിയൊക്കെ ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ അതിൻ്റെ വെളിച്ചത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ മുടി കളഞ്ഞ് ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി കളഞ്ഞാണെങ്കിൽ മുടി കളയണ്ട എന്നുള്ളതാണ് ആ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പം അവർ പറയുന്നത് വത്തസദ്ദഖു ബിസിനത്തി ഷഅരിഹി ദഹബൻ, അതായത് ഈ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് ദഹബ്, സ്വർണം സദക്ക ചെയ്യണം എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. ചില പണ്ഡിതന്മാർ പറയുന്നത് വെള്ളി ധർമ്മം ചെയ്യണം എന്നുള്ളതാണ്. വഖാല ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, ഷഅറുൽ മൗലൂദി യുഹ്ലഖു ഫിൽ യൗമി സാബിഅ, 7-ാം ദിവസം മുടി കളയണം. ഇദാ കാന ദക്കറ, ആ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ, വ അമ്മൽ ഉൻസ, പെൺകുട്ടിയാണെങ്കിൽ, ഫലാ യുഹ്ലഖ് റഅ്സുഹ, അവളുടെ മുടി മുണ്ടനം ചെയ്യേണ്ടതില്ല. വ ഇദാ ഹലക ഷഅറു റഅസ്, ഇനി തലമുടി നീക്കം ചെയ്താൽ, അത് കളഞ്ഞു കഴിഞ്ഞാൽ, ഫ ഇന്നഹു യതസദ്ദഖു ബി വസ്നിഹി ഫില്ല, ആ മുടിയുടെ തൂക്കം അനുസരിച്ച് ഫില്ല, വെള്ളി ധർമ്മം ചെയ്യണം എന്നാണ് മജ്മൂ ഫതാവ വറസായിൽ ലി സമാഹത്ത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ. മനസ്സിലായല്ലോ? അതായത് ആ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് വെള്ളി ധർമ്മം ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ആധുനിക പണ്ഡിതന്മാരാണവർ. എന്നാൽ പ്രിയമുള്ളവരെ, പ്രമാണപരമായിട്ട് കൃത്യവും വ്യക്തവുമായി നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഷറഹുൽ മുഹദ്ദബിൽ എഴുതുന്നുണ്ട്, വെള്ളി മുടിയുടെ തൂക്കമനുസരിച്ച് വെള്ളി ധർമ്മം ചെയ്യണമെന്ന് പറയുന്ന സംഭവം, അതൊക്കെ ദുർബലമായിട്ടുള്ള സംഭവങ്ങളാകുന്നു. ഇപ്പം ഞാൻ അത്തംയീസു ഫി തൽഖീസി തഖ്രീജ് അഹാദീസ് ഷർഹുൽ വജീസിൽ മഷ്ഹൂർ എന്ന് പറയുന്ന ഗ്രന്ഥം, ഹിജ്റ 852 വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള ഇബ്നു ഹജറുൽ അസ്കലാനിയുടെ ഗ്രന്ഥം, അത്തൽഖീസുൽ ഹബീർ എന്ന് പറയുന്ന ഗ്രന്ഥമാണത്. അതിൻ്റെ അതിൽ വന്നിട്ടുള്ള ചില പരാമർശങ്ങൾ, അതായത് പ്രിയമുള്ളവരെ, ഇമാം തുർമുദിയും ഇമാം ഹാക്കിമും ഉദ്ധരിക്കുന്ന വചനമുണ്ട്. അതിൽ പറയുന്നത്, അലി റളിയല്ലാഹു അൻഹു ഖാല അക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഹസനി ഷാതൻ വഖാല യാ ഫാത്തിമ യഹ്ലികി റഅസ വതസദ്ദഖി ബിസിനതി ഷഅരിഹി ഫില്ലാ ഫവസന്നാഹു ഫകാന വസ്നുഹു ദിർഹമൻ ഔ ബഅള ദിർഹമിൻ. ഇതാണ് വചനം. അതായത് ഇമാം തുർമുദിയും ഹാക്കിമും ഉദ്ധരിക്കുന്ന വചനമാണിത്. അലി റളിയല്ലാഹുവിൻ്റെ നിവേദനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹുവിന് വേണ്ടി ഒരാടിനെ അഖീഖത്ത് നിർവഹിച്ചു. വക്കാൽ, എന്നിട്ട് പറഞ്ഞു, യാ ഫാത്തിമ യഹ്ലിഖി റഅസ, നീ അവളുടെ, ആ കുട്ടിയുടെ
തലമുടി കളയുക. വതസദ്ദഖി ബിസിനതി ശഅരിഹി ഫില്ല, ആ മുടിയുടെ തൂക്കം വെള്ളി ധർമ്മം ചെയ്യുക. അങ്ങനെ ഫവസന്നാഹു, നമ്മളത് തൂക്കി, അവരതെന്ത് ചെയ്തു, തൂക്കി, ആ മുടി തൂക്കി. ഫകാന വസ്നുഹു ദിർഹമൻ, അപ്പം അതിൻ്റെ തൂക്കം ഒരു ദിർഹമോളം ഉണ്ടായിരുന്നു. ഔ ബഅല ദിർഹം, അല്ലെങ്കിൽ ഒരു ദിർഹമിൻ്റെ അല്പം ഭാഗം. ഇതാണ് ആ ഹദീസ്. പക്ഷേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഹദീസിനെ സംബന്ധിച്ച് മഹാനായിട്ടുള്ള ഇമാം ബൈഹഖി തങ്ങൾ തന്നെ പറയുന്നത് തഫറദ ബിഹി ഇബ്നു ഉഖൈൽ എന്നാണ്. അതായത് ഇതിൻ്റെ പരമ്പരയിലുള്ള മുഹമ്മദ് ബിൻ അഖീൽ, തഫറദ ബിഹി ഇബ്നു അഖീൽ എന്നാണ്. അദ്ദേഹം ഇതിലെന്താണ്, വിമർശിക്കപ്പെട്ടുള്ള ഒരാളാകുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടെ വളരെ വ്യക്തമായിക്കൊണ്ട് അനീസുസാരി എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുള്ളയുടെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ്. ഇതിൽ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു, യാ ഫാത്തിമ ഇഹ്ലികി റഅ്സഹു വതസദ്ദഖി ബിസിനതി ശഅരിഹി ഫില്ലാ എന്ന് പറയുന്ന ഇമാം തുർമുദിയുടെ ആ ഹദീസിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്, വഖാല ഹാദാ ഹദീസുൻ ഹസനുൻ ഗരീബുൻ, ഇത് അപരിചിതമായിട്ടുള്ള ഒരു ഹസനായ ഹദീസാണ്. വ ഇസ്നാദുഹു ലൈസ ബിമുത്തസിൽ, ഇതിൻ്റെ സനദ് മുത്തസിലല്ല എന്ന് പറഞ്ഞാൽ മുൻകത്തി, അതിലെന്താണ്, പിന്നെ നിശ്ചലമായിട്ടുണ്ട്, മുറിഞ്ഞു പോയിട്ടുണ്ട്, അത് ചേർച്ചയില്ല, തുടർച്ചയില്ല എന്നർത്ഥം. എന്താ കാരണം, അബൂ ജഅഫർ മുഹമ്മദ് ബിൻ അലി ബിൻ അൽ ഹുസൈൻ ലം യുദ്രിക് അലി ബിൻ അബി ത്വാലിബ്. അബൂ ജഅഫർ മുഹമ്മദ് ബിൻ അലി ബിൻ അൽ ഹസൻ എന്ന് പറയുന്ന ആള് അലി ബിൻ അബി ത്വാലിബ് എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ കാണുക പോലും ചെയ്യാതെ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമാം ബൈഹഖി പറയുന്നത്, വഖാലൽ ബൈഹഖിയു വഹാദാ മുൻഖതിഉൻ, ഇത് മുറിഞ്ഞു പോയിട്ടുള്ള, സനദ് മുറിഞ്ഞു പോയിട്ടുള്ള, നിവേദക ശൃംഖല മുറിഞ്ഞു പോയിട്ടുള്ള, റാവികൾക്കിടയിൽ പരസ്പരം കാണാത്തൊരവസ്ഥ ഉണ്ടായിട്ടുള്ള വചനമാകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇതെന്താണ്, സ്വീകാര്യയോഗ്യമല്ല എന്നുള്ളതാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഇത്തരം വിഷയങ്ങൾ പ്രിയമുള്ളവരെ, മാത്രമല്ല മറ്റനേകം പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ ഈ ഹദീസിന് അൻഅനത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റ് പല വിമർശനങ്ങളും ഇതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഇത് ദുർബലമാണ്. നമ്മൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കുട്ടിക്ക് നല്ല പേര് കൊടുക്കണം, അതുപോലെ ആൺകുട്ടിയാണെങ്കിൽ മുടി കളയണം, അഖീഖത്ത് നിർവഹിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് വെള്ളി ധർമ്മം ചെയ്യുക എന്ന് പറയുന്ന ഹദീസ് അത് ശരിയായിട്ട് സഹീഹായ നിലക്ക്, സ്ഥിരപ്പെട്ട നിലക്ക് നിവേദനം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.